തൃപ്പൂണിത്തുറയിലെ ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നടക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് നടക്കുമെന്ന് കരുതുന്നു. വിശിഷ്ട വ്യക്തികളൊക്കെ വേദിയിൽ നിന്ന് അതിനായി അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, പറയൂ, എന്താണ് വിവരങ്ങൾ? ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. സമയത്തിനകം ഇപ്പോൾ അത്തം നഗറിൽ അത്ത പതാക ഉയർത്താൻ പോകുന്നു. മന്ത്രി പി രാജീവാണ് ഇക്കുറി അത്ത പതാക ഉയർത്തുന്നത്. മന്ത്രിമാരും മറ്റ് വിശിഷ്ടാതിഥികളും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഔപചാരികമായിട്ടുള്ള ചടങ്ങിന് ശേഷമാണ് വർണ്ണശബളമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര നടക്കുക. വലിയ ജനത്തിരക്ക് ഇവിടെയുണ്ട്. ഒപ്പം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും ഒക്കെ തന്നെ ഈ വേദിയുടെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ വീതിയുടെ ഇരുവശങ്ങളിലും നിന്നുകൊണ്ട് ആളുകൾ ഇത് കാണാൻ എത്തും. ഇപ്പോൾ അത്തപതാക ഉയർത്തുന്ന ചടങ്ങാണ്. മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തും. ഒപ്പം തന്നെ അധ്യക്ഷൻ കെ ബാബു, കൂടാതെ മന്ത്രി എം പി രാജേഷ്, കൂടാതെ നടൻ ജയറാം, അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്തം നഗറിൽ അത്തപതാക ഉയർത്തുകയാണ്. അത്തപതാക ഉയർത്തുന്നതോടുകൂടി ഈ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നു. അതോടുകൂടി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തം പത്ത് പൊന്നോണം. ഇനി ഓണം കാലത്തിന്റെ നാളുകളാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ആഘോഷ തിമിർത്തിലേക്ക് മലയാളി പോകുന്നു. ഇപ്പോൾ അത്തം നഗറിൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്തപതാക ഉയർത്തി മന്ത്രി പി രാജീവാണ് അത്തപതാക ഉയർത്തിയത്. മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അത്തപതാക ഉയർത്തുന്ന ചടങ്ങിന് ശേഷം വേദിയിലേക്ക് ഈ മന്ത്രിമാരും കൂടാതെ മറ്റ് ബന്ധപ്പെട്ട വിശിഷ്ടാതിഥികളും ഒക്കെ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി എം പി രാജേഷ് ഈ അത്താഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. തുടർന്ന് ഈ ജയറാം ഉൾപ്പെടെയുള്ളവരും സംസാരിക്കും. ജയറാമാണ് ഇത്തവണ അത്തച്ചമയ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തായാലും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്രയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളും കൂടാതെ നിരവധി നാടൻ കലാരൂപങ്ങളും ഒക്കെ തന്നെ അണിനിരക്കുന്ന വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്രയ്ക്കാണ് ഈ തൃപ്പൂണിത്തുറയിൽ കളമൊരുങ്ങുന്നത്. അതോടൊപ്പം നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വേദിയിലേക്ക് ഓണം വരവിന്റെ ആദ്യ അറിയിപ്പ് എന്നോണം അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ്.